അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, വിധിവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു അല്പകാര്യം. ചില ആളുകൾ ചില ഡിബേറ്റുകളിലും ചില പ്രസംഗകന്മാരോടും പണ്ഡിതന്മാരോടൊക്കെ ചോദിക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം എനിക്ക് വിധിച്ചതാണെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? അതുപോലെ എനിക്ക് വന്ന നന്മയും തിന്മയും ഇതൊക്കെ അള്ളാഹു എനിക്ക് വിധിച്ചതാണല്ലോ, ഞാനെന്തിനാണ് പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? അള്ളാഹു വിധിച്ചതല്ലേ എനിക്ക് വരൂ, അള്ളാഹു വിധിച്ചത് പെൺകുട്ടിയല്ലേ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ, അള്ളാഹു വിധിച്ചത് കൊണ്ടല്ലേ അവർ അങ്ങനെ മരണപ്പെട്ടത്. ഇപ്പോൾ പല ആത്മഹത്യകളും കാണുമ്പോൾ ഇങ്ങനെയുള്ള വിശ്വാസമുള്ള ആളുകൾ പറയാറുണ്ട്, ആത്മഹത്യകൾ കാണുമ്പോൾ അത് അള്ളാഹു അവൻ വിധിച്ചതാണ്, വിധിയാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് വിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്? വിധി എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികൾ മരിക്കുന്നുണ്ട്, ഒരാൾ മരിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അനാഥരാകുന്നുണ്ട്, മക്കൾ അനാഥരാകുന്നുണ്ട്, വിധവകളാകുന്നുണ്ട്. ഇപ്പോൾ പലരും മരിക്കുമ്പോൾ പല ഭാര്യമാരും പല സ്ത്രീകളും വിധവകരാകുന്നു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ഇപ്പോൾ അതേപോലെ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു, അതിലൂടെ മരണങ്ങൾ സംഭവിക്കുന്നു. ഇതെല്ലാം വിധിയുമായി ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്? വളരെ മർമ്മപ്രധാനമായ ഒരു വിഷയമാണിത്. നമുക്കൊരിക്കലും തെറ്റുപറ്റാൻ പാടില്ലാത്ത, എന്നാൽ പല ആളുകൾക്കും തെറ്റുപറ്റുന്ന ഒരു വിഷയം കൂടിയാണിത്. നമ്മൾ വ്യക്തവും കൃത്യമായി ഇവിടെ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, പുണ്യമെന്നാൽ നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിക്കുന്നതിലല്ല, എന്നാൽ പുണ്യമെന്നാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിച്ചവരാരോ അവരുടേത് അതാകുന്നു എന്ന രീതി. അഥവാ ഇപ്പോൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമായി ബന്ധപ്പെട്ട ഹദീസ് നമുക്കൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നു. മനുഷ്യവേഷത്തിലാണ് വന്നത്. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, എന്താണ് പ്രവാചകരെ ഈമാനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചെല്ലാം ചോദിക്കുന്നുണ്ട്. അവിടെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: അള്ളാഹുവിൽ നിങ്ങൾ വിശ്വസിക്കുക, അവൻ്റെ മലക്കുകളിൽ വിശ്വാസം, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, അതേപോലെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, അതേപോലെ നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരമാണെന്ന് വിശ്വസിക്കൽ. വിധിയുള്ള വിശ്വാസമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിധി എന്ന് പറയുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ അറിവാണ്. ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്ന രീതി അത് അള്ളാഹുവിൻ്റെ അറിവാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന്, ഇന്നലെ, നാളെ, അല്ലെങ്കിൽ വരാനിരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം സംഭവിക്കാം, അങ്ങനെ ഒന്ന് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല. നാളത്തെ അറിയുകയില്ല. അല്ലെങ്കിൽ ചില പേച്ച കക്ഷികൾക്ക് അങ്ങനെ വാദമുണ്ട്, അള്ളാഹുവിനെ ഇപ്പോൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ സംഭവങ്ങൾ അറിയൂ എന്ന്. അങ്ങനെയല്ല, മറിച്ച് ഒരു ഇല അത് കറങ്ങി എത്ര കറക്കമാണ് കറങ്ങി ഭൂമിയിലേക്ക് വീഴുന്നതെന്ന് അള്ളാഹുവിനറിയാം. ഒരു കറുത്ത ഏറ്റവും വലിയ പാറയുടെ മുകളിലൂടെ ഒരു ഉറുമ്പ് സഞ്ചരിച്ചു പോവുകയാണെങ്കിൽ അള്ളാഹുവിന് അറിയാം. ഇവിടെ എല്ലാം സൃഷ്ടിച്ച ഏതൊരു ഏകകോശ ജീവിയായ അമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലം വരെയുള്ള സകല കാര്യങ്ങളും എല്ലാം രേഖപ്പെടുത്തപ്പെട്ടതാണ്. എല്ലാം അള്ളാഹുവിന് പൂർണ്ണമായി അറിയുന്നതാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമുക്ക് ഒരു പെൺകുട്ടി ഉണ്ടായി, ആ പെൺകുട്ടിക്ക് 10-20 വയസ്സായി, നമ്മളിങ്ങനെ പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അതേ സ്ഥാനത്ത് നമുക്കൊരു ആൺകുട്ടിയാണ് ഉണ്ടായതെങ്കിൽ എങ്ങനെയാകുമെന്ന് പോലും അള്ളാഹുവിന് പൂർണ്ണമായി അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ അറിവ് ഒരു കുറവുള്ളതല്ല, പൂർണ്ണമായ അറിവാണ് അവൻ്റേത്. ഈ അള്ളാഹുവിൻ്റെ അറിവാണ് എന്ത്? നമുക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ അത് അള്ളാഹുവിന് അറിയാം, അത് വിധിയാണ് എന്ന് നമ്മൾ പറയുന്നത് അതാണ്. നമ്മൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കുന്നു, കുട്ടികൾ മരിക്കുന്നു, പലർക്കും അസുഖമാകുന്നു, ഇതൊക്കെ വിധിയാണെന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ അറിവാണ്. അള്ളാഹുവിന് മുമ്പേ അതറിയാം. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഒരു മനുഷ്യന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. നന്മ തിരഞ്ഞെടുക്കാം, തിന്മ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു നന്മയിലേക്ക് തന്നെ നമ്മളെ വഴിനടത്തണം. നമ്മൾ നിസ്കാരം, ഓത്ത്, ദിക്റുകൾ, ദുആകൾ അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഹിദായത്ത് നൽകുകയും കൂടുതൽ നന്മയിലേക്ക് അവനെ നയിക്കുകയും ചെയ്യും. എന്നാൽ അതേപോലെ ഒരാൾ തിന്മ പ്രവർത്തിക്കുന്നു എങ്കിൽ, തിന്മ ചെയ്യുകയാണെങ്കിൽ അതിലേക്കായിരിക്കും അവന് എളുപ്പം. പല ഇത് കിട്ടി. ഈ അടുത്ത കാലത്ത് ഒരു പുരുഷൻ വന്നു പീസ് റേഡിയോ ചാനലിൽ ചോദിച്ച ഒരു ചോദ്യം എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എത്ര കണ്ടോ ഒഴിഞ്ഞു മാറിയാൽ സ്ത്രീകൾ എന്നിലേക്ക് ആകർഷിക്കുന്നു, എന്നിലേക്ക് വരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, താങ്കൾ പൂർവ്വകാലത്ത്, അതായത് മുൻകാലങ്ങളിൽ ചെയ്തു വെച്ച എൻ്റെ അനന്തരഫലം എന്നാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് നിങ്ങൾ ആ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി നിൽക്കേണ്ടതെന്നെല്ലാം അതിവിടെ മറുപടി പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊന്നിലേക്കാണോ അടുക്കാൻ ശ്രമിക്കുന്നത് അത് നമുക്ക് എളുപ്പമാകും. ഒരിക്കൽ സഹാബികൾ വന്ന് പ്രവാചകനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പേ നിശ്ചയിച്ചതാണെങ്കിൽ ഞങ്ങൾ എന്തിനാണ് പ്രവർത്തിക്കുന്നതെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ പറഞ്ഞ മറുപടി, നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. എന്തൊന്നിലേക്കാണോ നിങ്ങൾ വിധിക്കപ്പെട്ടത് അതിലേക്ക് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതായത് നിങ്ങൾ സ്വർഗത്തിൻ്റെ അവകാശിയായി മരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വർഗത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് എളുപ്പമാകും. അവന് പഠിക്കുക, നല്ല കാര്യങ്ങൾ പഠിക്കുക, ദിക്റുകൾ പഠിക്കുക, ദുആകൾ പഠിക്കുക, ഓതുക, നിസ്കരിക്കുക, അതിലൊക്കെ ഒരു റാഹത്ത് കണ്ടെത്തുക. അങ്ങനെ ആയിരിക്കും അവൻ്റെ ജീവിതം. ഒരു തിന്മ ആണ് ഇതാണെങ്കിൽ
ഓൻ നരകത്തിൻ്റെ അവകാശിയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഓന് തിന്മകളോടായിരിക്കും കമ്പം. ഇത് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ആളുകളെ നീ സ്വർഗ്ഗത്തിലേക്ക് നീ നരകത്തിലേക്ക് എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അതീവ കാരുണ്യവാനാണ്. നിങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് യാതൊരു ഗുണവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു ഗുണവും ദോഷവും ഇല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരവരാണ് തീരുമാനിക്കുന്നത്. നമ്മൾക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. വേണമെങ്കിൽ നന്മ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ എനിക്കൊരു വിവാഹം ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല കുടുംബത്തിൽ നോക്കി നല്ല അന്തരീക്ഷത്തിൽ വളർന്ന നല്ല പാരമ്പര്യമുള്ള നല്ല സ്വഭാവമുള്ള സൽസ്വഭാവമുള്ള അങ്ങനെയുള്ള നല്ല പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാം. ചില ആളുകൾ കാണാം തൻ്റെ മതത്തിൽ പോലും പെടാത്ത ഏതോ അന്യമതസ്ഥരായ പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരോട് അങ്ങനെ വിവാഹം ചെയ്യുന്നു. നമ്മൾ നോക്കൂ, ഇവിടെ പൂർണ്ണം അവന് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാം. എനിക്കിപ്പോൾ ഹോട്ടൽ വേണം, ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യാം. എനിക്കിത് വേണ്ട, നാളെ ഞാൻ വേറെ ജോലിയാണ് ചെയ്യുന്നത്, എനിക്ക് അതിലേക്ക് മാറാം. അങ്ങനെ പൂർണ്ണ സ്വാതന്ത്ര്യം നമുക്ക് എല്ലാ കാര്യത്തിലുമുണ്ട്. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഇപ്പോൾ സ്കൂളിലേക്ക് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അപ്പോൾ അധ്യാപകനറിയാം കൃത്യമായി ഇന്ന വിദ്യാർത്ഥികൾ ജയിക്കും. അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഇന്ന വിദ്യാർത്ഥികൾ ജയിക്കും, ഇന്ന വിദ്യാർത്ഥികൾ പരാജയപ്പെടും. അപ്പോൾ അതിനുശേഷം പരീക്ഷാ പേപ്പർ വന്നു. അപ്പോൾ ആ സമയത്ത് അധ്യാപകൻ പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു. ഇത്ര കുട്ടികൾ ജയിച്ചു, ഇത്ര കുട്ടികൾ പരാജയപ്പെട്ടു. അപ്പോൾ നമ്മൾ പോയിട്ട് പറയാണ് അധ്യാപകൻ ശരിയില്ല, സിലബസ് ശരിയില്ല, പഠിപ്പിച്ചത് ശരിയില്ല, പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അധ്യാപകൻ പറഞ്ഞുകൊണ്ടല്ലേ തോറ്റത്, അങ്ങനെയാണ് നമ്മൾ പറയുക. അല്ല, അവർ ആ പഠിക്കുന്നതിന് കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുകയും അവരെല്ലാ കാര്യം അവരവർക്ക് എടുത്ത പാഠങ്ങൾ കൃത്യമായി പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടാകുമ്പോൾ അവർ വിജയത്തിലേക്ക് പോയി. എന്നാൽ അധ്യാപകൻ അറിയാമെന്ത് മറ്റേ കുറച്ച് കുട്ടികളുണ്ട്, അവർ കുറച്ച് വികൃതിക്കാർ, അവർ പഠിക്കുന്നില്ല, അവർ ബാക്ക് ബെഞ്ചുകാരാണെന്ന് നമ്മൾ പറയാറില്ലേ, അവർ പഠിക്കും. അത് അധ്യാപകൻ്റെ അറിവാണ്, നമുക്ക് കൃത്യമായി മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അതേപോലെ ഒരു വാഹനം ആക്സിഡൻ്റ് ആകുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരു വാഹനം നമ്മളിപ്പോൾ മുമ്പ് ബാക്കിൽ നിന്ന് പോയിട്ട് വേറൊരു വാഹനം തട്ടി, സർവ്വസ്വാഭാവികമാണ്, മനുഷ്യനാണ്, നമുക്ക് തെറ്റുപറ്റും, അബദ്ധം പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ തെറ്റിച്ചാകുമ്പോൾ അവന് വന്നിട്ടാകുമ്പോൾ പറയുകയാണ് എന്ത് നിൻ്റെ വിധിയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പിന്നെ അടുത്ത ചിലപ്പോൾ നമുക്ക് അടിയായിരിക്കും കിട്ടുക. അപ്പോൾ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ വിധി എന്ന് പറഞ്ഞാൽ ശരിക്കും അള്ളാഹുവിൻ്റെ അറിവാണ്. ഇവിടെ നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് വണ്ടി ഓടിച്ച് നേരെ പോവുക. ഇപ്പോൾ കണ്ട പലപ്പോഴും ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്, തെറ്റ് ചെയ്തവരെ ഇങ്ങനെ പിടിക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടെ നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല വിധിയാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് വിധി എന്ന് പറയാം. എവിടെ നമ്മുടെ പലതും നഷ്ടപ്പെട്ടു, ഭർത്താവ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഭാര്യ നഷ്ടപ്പെട്ടു, പലരും മരിച്ചു, പലർക്കും അസുഖമുണ്ടായി. അതേപോലെ ഈ ഒരു വിധിവിശ്വാസം നമുക്ക് ഭയങ്കരമായ സമാധാനം നൽകും. നമ്മൾ ഇന്ന കുടുംബത്തിൽ ജനിച്ചു, നമുക്കൊരിക്കലും തീരുമാനിക്കാൻ കഴിയില്ല ഇന്ന മാതാവിനെ ഇന്ന പിതാവിൻ്റെ മകനായി ജനിക്കണം, മകളായി ജനിക്കണമെന്ന്. അതേപോലെ ഇന്ന ഭർത്താവിനെ സ്വീകരിച്ചു, ഒരിക്കൽ സ്വീകരിച്ച് കഴിഞ്ഞു നമ്മളത്, അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. അതേപോലെ ഇന്ന കുട്ടികൾ നമുക്ക് ആൺകുട്ടി ഉണ്ടായി അല്ലെങ്കിൽ പെൺകുട്ടി ഉണ്ടായി, അത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് വിശ്വസിക്കാം. അതൊക്കെ ഈ വിധിവിശ്വാസം നമുക്ക് ഭയങ്കരമായ സമാധാനവും സന്തോഷവും നൽകും. കാരണം നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുത്തു പരമാവധി നമ്മൾ പരിശ്രമിച്ചുകൊണ്ട്. ഒരിക്കൽ പ്രവാചകൻ്റെ അടുത്ത് വന്ന് ഒരാൾ ചോദിച്ചില്ലേ, പ്രവാചകരെ എൻ്റെ ഒട്ടകത്തെ ഞാൻ കെട്ടിയിടണോ, അല്ല അള്ളാഹുൽ തവക്കുലാക്കിയാൽ പോരെ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി നിങ്ങൾ ഒട്ടകത്തെ കെട്ടിയിടുക എന്നിട്ട് തവക്കുലാക്കുക എന്നാണ്. അതേപോലെ നമസ്കാര ശേഷം തെല്ലുന്ന ദിക്റുകൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉ സൽ ജദ്ദു മിൻകൽ ജദ്ദ്. അതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. എന്താണ് ഇവിടെ പറയുന്നത്? അല്ലാഹുവേ, നീ നൽകിയതിനെ തടയാൻ ആരുമില്ല, നീ തടഞ്ഞതിനെ നൽകാനും ആരുമില്ല. ഐശ്വര്യമുള്ളവന് ഐശ്വര്യം നിൻ്റെ ശിക്ഷയിൽ നീ യാതൊരു ഉപകാരം ചെയ്യുകയില്ല. എല്ലാ ഐശ്വര്യവും നിന്നിൽ നിന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ ഒരുപാട് സമ്പത്തുണ്ട്, ചില ആളുകൾക്ക് ഒരുപാട് സമ്പത്തുകളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് അഹങ്കരിക്കാൻ ഒരിക്കലും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതാണ്. അതേപോലെ നമുക്കൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ അവിടെ ക്ഷമ കാണിക്കുക, സ്വബർ കാണിക്കുക. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനി നൽകും. നമ്മൾ വീണ്ടും പരിശ്രമിക്കുക. അങ്ങനെ വിധിയിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കുക. അതുപോലെ നമുക്ക് പല കാര്യങ്ങളും ആപത്തുകളും വിപത്തുകളും ഒക്കെ വരും, ചിലപ്പോൾ അസുഖങ്ങൾ വരും, പ്രകൃതി ദുരന്തങ്ങൾ വരും. ഇതെല്ലാം എങ്ങനെയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണം എന്നപ്പോൾ ചിലപ്പോൾ വരും. നമുക്ക് ഒരു പരീക്ഷണം എന്ന രീതിയിൽ മക്കളെ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ദീനിലേക്ക് അടുക്കാൻ വേണ്ടി ചില അസുഖങ്ങൾ നമുക്ക് നൽകും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിലൂടെ എന്താകും, നമ്മൾ പലപ്പോഴും പല വഴിക്കും പൈശാചിക ഇടപെടൽ കൊണ്ട് പല തിന്മകളിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മളെ പിടിച്ച് മാറ്റി നമ്മൾ നന്മയിലേക്ക് തന്നെ തിരിച്ചു വരും. നമുക്ക് പല അസുഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ, വിഷമങ്ങളും പ്രയാസങ്ങളും ശരിക്കും അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സംഭവമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേപോലെ ഒരുപാട് സമ്പത്തും കാര്യം പ്രവാചകൻ തന്നെ പറഞ്ഞല്ലോ, സമ്പത്ത് കൊണ്ടാണ് നിങ്ങൾ പരീക്ഷിക്കുന്നത്. അത് ഈ ഉമ്മത്തിൻ്റെ പരീക്ഷണം തന്നെ സമ്പത്താണ്. അതുപോലെ സമ്പത്ത് അധികരിച്ച് നിങ്ങൾ ഫിത്നയിലേക്ക് പോകുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. ദാരിദ്ര്യത്തെ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നില്ല എന്നെല്ലാം പ്രവാചകൻ പറഞ്ഞ വചനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതേപോലെ ഒരുപാട് അസുഖങ്ങൾ, മരിച്ചവർ, കുടുംബത്തിലെ അസുഖം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മരണം, അങ്ങനെയുള്ള പരീക്ഷണം ഉണ്ടാകും. നമുക്കൊരു പരീക്ഷണമായിട്ടും അത് വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ വിധിയാണ്, മറിച്ച് ഒരു പരീക്ഷണം കൂടിയാണ്. നമുക്ക് കുറച്ചും കൂടി നന്നാവാൻ, നല്ല മനുഷ്യനായി ജീവിക്കാൻ അസുഖങ്ങളൊക്കെ വരുമ്പോൾ. അതുപോലെ മറ്റുള്ളവരുടെ മരണത്തിൽ നമുക്ക് പാഠമുണ്ടാകും. എങ്ങനെ കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മനുഷ്യനും എല്ലാ നഫ്സും ശരീരവും മരണത്തെ ആസ്വദിക്കുന്നതാണ് എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പലപ്പോൾ അസുഖം വരുമ്പോൾ, മക്കൾക്ക് അസുഖം വരുമ്പോൾ, പ്രയാസങ്ങൾ
വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ അധികമായി വിഷമിക്കാതിരിക്കാനും, ഇത് അള്ളാഹുവിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് സമാധാനിക്കാനും, അതുപോലെ വലിയ വലിയ സമ്പന്നതയിലേക്കും നല്ല ഐശ്വര്യത്തിലേക്കും നമ്മൾ പോകുമ്പോൾ അഹങ്കരിക്കാതിരിക്കാനും, മറ്റുള്ളവർ വിനയത്തോടെ സ്നേഹത്തോടെ പെരുമാറാനൊക്കെ ഇത് അറിവുകൾ നമുക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.